ശബരിമലയിൽ വരുമാനവും തീർത്ഥാടകരുടെ എണ്ണവും കുത്തനെ കൂടി. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 82 കോടി രൂപയാണ് അധിക വരുമാനമായി കിട്ടിയത്. വാരാന്ത്യമായതുകൊണ്ട് വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതിൻ്റെ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞു. തമിഴ്നാട്ടിലെ വെല്ലൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്നും ചേരുന്നു. രാഹുൽ, ഭക്തജന തിരക്ക് എത്രമാത്രം കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സന്നിധാനത്ത് വാരാന്ത്യ തിരക്ക് തുടരുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുന്നു. 80,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. ഇനിയും ദർശന സമയം 11 മണി വരെയുണ്ട്. അപ്പോൾ ഇന്നലത്തേതിന് സമാനമായി ഒരു 90,000-ന് മുകളിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം ഇന്നും പോകാനാണ് സാധ്യത. അതേസമയം ഇപ്പോഴും ദർശനത്തിനായി നീണ്ട ക്യൂ ആണ് സന്നിധാനത്തും അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് അപ്പുറത്തുമുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നിധാനത്തെ ക്യൂ കോംപ്ലക്സിൽ നിൽക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ തീർത്ഥാടകരുടെ ക്യൂ ഇപ്പോൾ ശബരി പീഠം വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം 41 ദിവസം നീണ്ട മണ്ഡലകാലത്തെ വരവ് ചിലവ് കണക്കുകൾ കൂടി ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തവണ 32 ലക്ഷത്തോളം തീർത്ഥാടകരാണ് കഴിഞ്ഞ 41 ദിവസത്തിനുള്ളിൽ തീർത്ഥാടനം നടത്തിയത്. ഇത്തവണ 297 കോടി രൂപയാണ് ആകെ വരുമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 82 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചത്. അരവണ ഇനത്തിൽ 101 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. കാണിക്ക ഇനത്തിൽ 80 കോടി രൂപയും അധികമായി ലഭിച്ചിട്ടുണ്ട്. അതേസമയം അല്പം മുമ്പ് പുറത്തു വന്ന ഒരു സങ്കടകരമായ വാർത്ത ശബരിമല സന്നിധാനത്ത് ഒരു തീർത്ഥാടകൻ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളതാണ്. തമിഴ്നാട് വെല്ലൂർ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനാണ് ഇന്ന് ഉച്ചയോടുകൂടി 18-ാം പടിക്ക് സമീപം കുഴഞ്ഞു വീണ് മരിച്ചത്. ഉടൻ തന്നെ അദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ വാർത്തയും പങ്കുവെക്കുകയാണ്. അതേസമയം ഇപ്പോൾ സന്നിധാനത്ത് പുഷ്പാഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇനി വീണ്ടും തീർത്ഥാടകരെ ദർശനത്തിനായി അവിടേക്ക് കടത്തിവിടുക. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.